അനന്തര സ്വത്തുമ കളിക്കരുത് കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ പറയാണ്, അനന്തര സ്വത്തുമ കളിച്ചവർ ഒരാളെയും അള്ളാഹു ഭൂമിയിൽ വിടൂല. ഇതാ പക്കി ബാധ. മോഷ്ടിച്ചാൽ അത്ര വലിയ പ്രശ്നമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതിന്റെ അഭിപ്രായം കട്ട കുഴപ്പമില്ല, പക്ഷെ അനന്തര സ്വത്തുമ കട്ട കുഴപ്പമില്ല എന്ന കക്കെന്നല്ല, അതൊക്കെ തെറ്റാൻ നമുക്കറിയാം. അനന്തര സ്വത്തുമ്മൽ കൃത്രിമം കാണിക്കുന്ന ആങ്ങളമാർ, അത് പണി കിട്ടാതെ ഭൂമിയിൽ നിന്ന് പോവില്ല. കാരണം അതിന്റെ നിയമം പറഞ്ഞ ആളാരാണ്? തിൽക ഹുദൂദുല്ലാ, തിൽക ഹുദൂദുല്ലാ, തിൽക ഹുദൂദുല്ലാ. ആ നിയമങ്ങൾ പറഞ്ഞോടത്തൊക്കെ അള്ളാഹ് പറയുണ്ടാവും, ഇത് അള്ളാന്റെ നിയമട്ടോ, ഇത് അള്ളാന്റെ നിയമമാണ്. അത് ലംഘിച്ചവനെ പണി കൊടുക്കാതെ വിടൂല. അതുകൊണ്ട് അനന്തര സ്വത്ത് വേഗം വീതം വെച്ചു കൊടുക്കുക, അതിൽ അതിബുദ്ധി കാട്ടാതിരിക്കുക. അതിൽ മന്ദനും മൊയന്തും ആയാൽ കഴിച്ചിലായി പോവാം. ഏട്ടൻ പറ്റിച്ചു ഉണ്ടാവുന്നാ മതി. നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറ്റിക്കൽ ആരാണ്, കുടുങ്ങൽ ആരാണ്. മനസ്സിലായല്ലേ? നിങ്ങൾ മനസ്സിലായിണ്ടാവില്ല, എന്നാ മനസ്സിലായിക്കോളൂ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി നാട്ടിലെ ചരിത്രമൊക്കെ ഒഴിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ. അതുകൊണ്ട് അനന്തര സ്വത്തും കളിക്കുക. അത് ഞാൻ വേറെ ഈ വയലും പാടും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഓർത്തെക്കണതല്ലാണ്. അങ്ങനെയാണ് ആ പെട്ടതൊക്കെ. ഓരൊക്കെ ഇപ്പൊ ഭയങ്കര പൈസക്കാരായി, ഒഴിവാക്കിയവര് ഓരെ പറ്റിച്ചതാണ്. അന്ന് ബുദ്ധി വയലെടുക്കലാണ്. കൃഷിന്റെ ഇഷ്ടം പോലെ. പക്ഷെ അന്ന് കരിഞ്ചന്ത വിൽപ്പന ഇരുന്ന് എന്ത് അരി, വലിയ ഒരു ചാക്ക് അരിയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. ആകെ ഭയങ്കര പ്രശ്നമാണ്. അന്ന് അരിയില്ല. അന്ന് കൃഷി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അരിക്ക് ഭയങ്കര ടൈറ്റ്, കഞ്ഞി ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ചോറ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ആണോ അല്ലേ? നിങ്ങളെന്താ പറയാത്ത? ചോറ് ഭയങ്കര ടൈറ്റാണ്. ഈ മരിച്ചതിന്റെ ഭാഗമായി ചോറ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? 3, 7, 18, 32 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചോറ് കൊടുക്കൽ ഇതെന്ന് വന്നതാണ്. ഓരോന്നും വരുന്നതിന് ഒരു വകുപ്പുണ്ടാവും. ആ വകുപ്പ് ഇതാണ്. ഏതാണ് വകുപ്പ്? അന്ന് ഒരു ജമ്മിയിലെ ആള് മരിച്ചു. ഇഷ്ടംപോലെ പത്തായൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പത്തായ